പാതി വഴിയിലായ ലൈഫ് മിഷൻ പദ്ധതിയിൽ തകർന്നത് നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ്. പത്തനംതിട്ട ഏഴംകുളത്തെ ഈ കുടുംബങ്ങളുടെ പരാതി ആര് കേൾക്കും? 2020 സാവിത്രിയും റാഫേലും അടക്കമുള്ള 54 കുടുംബങ്ങളുടെ സ്വന്തമായി വീടെന്ന സ്വപ്നത്തിന് ചിറകുമുളയ്ക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചതോടെ സന്തോഷത്തിലായിരുന്നു പത്തനംതിട്ട ഏഴംകുളത്തെ ഈ കുടുംബങ്ങൾ. 2020 സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 7.2 കോടി രൂപ പദ്ധതി ചിലവിൽ 6 മാസത്തിൽ പണി പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. പണി ആരംഭിച്ച് കുറച്ചു നാളുകൾക്കുള്ളിൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. പഞ്ചായത്തിൽ അന്നേരം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞത്, അമ്മ ഇങ്ങനെയല്ലേ കൊടുത്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്ന് 2 രീതിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇപ്പം ഇങ്ങനെ അത് പോയി കിടക്കുക, എന്താണെന്നൊന്നും തീരുമാനപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു എൻ്റെ കാര്യം കഷ്ടമാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്കൊരു കിടക്കാടം ഒപ്പിച്ചേരണേ, എനിക്കൊരു ബാത്റൂമിൻ്റെ അത്രയുള്ള സ്ഥലം കിട്ടിയാലും മതി, എനിക്കൊരു ഇറങ്ങിപ്പോൻ ആരും പറയരുത്, അതുകൊണ്ടുള്ളൊരു വിഷമം എനിക്കുണ്ട്, അത്രയെങ്കിലും കിട്ടണമെന്ന് പറയുമ്പോൾ സാറെന്നോട് പറഞ്ഞു എഴുതിയല്ലോ അമ്മച്ചി ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അവർ പറയുന്ന കേട്ട് പോരാനെല്ലാം സാധിക്കുമോ, എനിക്ക് തരണമെന്നൊരു ഒന്നും എനിക്ക് പറയാനൊക്കത്തില്ല മോനെ. സാമഗ്രികളുടെ വിലവർധന മൂലം നിലവിലെ ടെൻഡർ റിവൈസ് ചെയ്യണമെന്നാണ് കരാർ കമ്പനിയുടെ ആവശ്യം. അവർ പറഞ്ഞു ഇന്നതുപോലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുക, ഉടനെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നാളി ചോദിച്ചാൽ പറഞ്ഞു ഇനിയും പണി ഇച്ചിരി നേരം നിർത്തി വെച്ചേക്കുക, ഉടനെ തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നതുപോലാണെങ്കിൽ നമ്മുടെ മെമ്പറിനോട് പറഞ്ഞു ഞാൻ 5 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പോവുക, എന്നാൽ അതിൽ എനിക്ക് പറ്റാന്ന് പറഞ്ഞു ഇത് കിടക്കുന്നതുകൊണ്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 3-4 ഒത്തിരിയും പേരോട് പറഞ്ഞു. അപ്പോൾ ലോൺ എടുക്കാൻ ചെന്നപ്പോൾ അതും കിട്ടുന്നില്ല എന്നുവെച്ചാൽ അപ്പോൾ അവർക്ക് 5 സെൻറ്റ് വേണമെന്നാണ് പറയുന്നത്. ഇത് 4.25 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം നമുക്ക് വാടക കൊടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്ന ഈ കുടുംബങ്ങൾ ഏത് നിമിഷവും വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിലാണ്. അധികൃതരുടെ കനിവ് തേടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇവർ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.